അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് അമ്മാ ബഅദ്. പരിശുദ്ധ ഇസ്ലാം സർവകാലികമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ നിബിഡ മേഖലകൾ സ്പർശിക്കുന്നതായ ഒരു മതമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ പാലിക്കേണ്ട വിധിവിലക്കുകളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് ജൂതനായൊരു മനുഷ്യൻ പരിഹാസത്തോടു കൂടി ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അഭിമാനത്തോടു കൂടി പറഞ്ഞത്, അതെ, മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും ഞങ്ങളുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ്. ലോകത്ത് ഇനി വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലക്ക് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം ഉറപ്പിക്കുവാനും ആ സമാധാനം സ്ഥാപിക്കുവാനും ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായും യുദ്ധത്തെക്കുറിച്ചും സൈനികരെക്കുറിച്ചും ആ സൈന്യത്തിനുണ്ടാകേണ്ടതായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും ഏതൊരു സന്ദർഭത്തിലാണ് അവർ യുദ്ധം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ അവർ പാലിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്, യുദ്ധത്തിൽ പിടികൂടപ്പെടുന്നവൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണ് എന്നതെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യർ പരസ്പരമുള്ള ഇടപാടുകൾ, ആ ഇടപാടുകളിൽ തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശിക്ഷാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സൈനിക നടപടി എന്ന് പറയുമ്പോൾ അതൊരിക്കലും തന്നെ സമാധാനത്തിനെതിരായ ഒരു കാര്യമല്ല, മറിച്ച് സമാധാനം സ്ഥാപിക്കുവാനും നീതിക്കും നന്മക്കും വേണ്ടിയാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൈനിക നടപടികളെ വ്യത്യസ്ത രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ വേർതിരിക്കാൻ സാധിക്കും. ഒന്ന്, പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതായ സൈനിക നടപടികൾ. മറ്റൊന്ന്, നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നതായ സൈനിക നടപടികൾ. അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമാധാനകാംക്ഷികളായ ആളുകളുമായി ഉണ്ടാക്കപ്പെടുന്നതായ സമാധാന കരാറുകളും സന്ധികളും. ഈ പറയുന്നതായ കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത, നിങ്ങളോട് നല്ല രൂപത്തിൽ സഹവർത്തിക്കുന്നവരായ ഇതര മതസ്ഥരോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന് മാത്രമല്ല, അവരുമായി നിങ്ങൾ നല്ല രൂപത്തിൽ സഹവർത്തിക്കുകയും അവർക്ക് പുണ്യം ചെയ്യുകയും അവരോട് നിങ്ങൾ നീതി പുലർത്തുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകളോട് അവർക്ക് പുണ്യം ചെയ്യുന്നതിനും അവരോട് നീതി പുലർത്തുന്നതിനും ഒരിക്കലും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ വിലക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ഖാതലൂകും ഫിദ്ദീൻ വഅഖ്റജൂകും മിൻ ദിയാരികും വദാഹറു അലാ ഇഖ്റാജികും. അതേ, നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും അതിനുവേണ്ടി കോപ്പ് കൂട്ടുകയും ചെയ്തവരാരോ അവരുമായിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സന്ധി ഉണ്ടാകാതിരിക്കേണ്ടത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സമാധാനകാംക്ഷിയായിരുന്നു. വ്യത്യസ്ത ഘട്ടങ്ങളിലായി, സന്ദർഭങ്ങളിലായി അനവധി ഉടമ്പടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിരുന്നു ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സന്ധി തന്നെ.
അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വരുന്ന വേളയിൽ സ്വഹീഫത്തുൽ മദീന എന്ന പേരിൽ ആ മദീനത്ത് വിശ്വാസികളായ ആളുകളും അവിടെയുള്ള ഇതര മതവിശ്വാസികളും എങ്ങനെയാണ് അവിടെ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു നിയമസംഹിത തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് അവിടെയുള്ള വിശ്വാസികളെപ്പോലെ അവിടെ താമസിക്കുന്നവരായ ജൂതഗോത്രങ്ങൾക്കും അതേ രൂപത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് സ്വഹീഫത്തുൽ മദീനയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഉടമ്പടി പ്രകാരം വിശ്വാസികളുമായി തർക്കമില്ലാത്ത നല്ല രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു ഇതര മതവിശ്വാസിയെ ആരെങ്കിലും വധിക്കുന്ന പക്ഷം, ആരെങ്കിലും അവൻ്റെ രക്തം ചിന്തുന്ന പക്ഷം അവന് സ്വർഗം ലഭിക്കുകയില്ല എന്നല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവനിൽ നിന്നും 40 വർഷത്തെ വഴിദൂരം അകലെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖതല മുആഹദൻ ഫലം യരിഹ് റായിഹത്തൽ ജന്നഹ വഇന്ന റീഹഹാ ലതൂജദു ഫി മസീരത്തി 40 ആമൻ. അതേ, നിങ്ങളിൽ ഒരാൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്ന ഒരു മുആഹദിനെ, മറ്റൊരു മതസ്ഥനാണ്, വിശ്വാസികളുമായി പരസ്പരം സമാധാന കരാറിൽ ജീവിക്കുന്നവനായ മറ്റൊരു മതസ്ഥനെ ആരെങ്കിലും വധിക്കുന്ന പക്ഷം അവന് സ്വർഗം ലഭിക്കുകയില്ല എന്നു മാത്രമല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവനിൽ നിന്നും 40 വർഷക്കാലത്തെ വഴിദൂരം അകലെയായിരിക്കുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഉടമ്പടികൾ ഒരിക്കലും തന്നെ ലംഘിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ അനേകം വചനങ്ങൾ, വഔഫു ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, നിങ്ങൾ ഉടമ്പടികൾ പൂർത്തീകരിക്കണം, ഓരോ ഉടമ്പടികളും റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സൈനിക നടപടി പോലും ഒരിക്കലും തന്നെ ഒരു കരാറിനോ ഒരു ഉടമ്പടിക്കോ ഉള്ള ലംഘനമായി തീരരുത്. ഇന്ന് നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാന കരാറുകൾ നിലനിൽക്കുന്നുണ്ട്. ആ സമാധാന കരാറുകൾ ലംഘിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിം ഭരണാധികാരിയുടെയോ അതല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധി അത് ഉടമ്പടിയായി ഒപ്പുവെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കാ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് ഉടമ്പടി ഒപ്പുവെക്കാൻ വേണ്ടി വന്ന സുഹൈൽ ഇബ്നു അംറിൻ്റെ മകനായിരുന്നു. ആ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പീഡിതനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വീഴുകയാണ്. വീണിട്ട് അദ്ദേഹം പറയുന്നത്, അതറുദ്ദൂനനി ഇലൽ കുഫാർ യുഫ്തിനൂനനി ഫീ ദീനി, എൻ്റെ വിശ്വാസത്തിൽ എന്നെ വ്യതിചലിപ്പിക്കാനും എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ പീഡിപ്പിക്കുന്നവരുമായ ആ മക്കാ മുശ്രിക്കുകൾക്ക് എന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുകയാണോ റസൂലേ എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, നാം ഇവിടെ ഒരു കരാറിന് ഒപ്പുവെച്ചു കഴിഞ്ഞു. ആ കരാർ പ്രകാരം മക്കയിൽ നിന്നാരും മദീനയിലേക്ക് പ്രവേശിക്കരുത്. അങ്ങനെ മദീനയിലേക്ക് ഒരാൾ വന്നാൽ തന്നെ അയാളെ തിരിച്ചയക്കണമെന്ന് ആ കരാറിലുണ്ട്. എന്നാൽ മദീനത്തു നിന്നും ഒരാൾ മക്കയിലേക്ക് വന്നാൽ അയാളെ മദീനത്തേക്ക് തിരിച്ചയക്കണമെന്ന നിയമം അവിടെ ഉണ്ടായിരുന്നില്ല. തീർത്തും ഏകപക്ഷീയമായ രൂപത്തിലുള്ള ഒരു കരാറായിരുന്നു. ആ കരാറിൽ പോലും അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, നാം അവരുമായൊരു കരാർ ചെയ്തിരിക്കുന്നു. ഇന്ന അഹദ്നൽ ഖൗമ അഹ്ദൻ വ ഇന്ന ലാ നഗ്ദിറു ബിഹിം, ആ കരാർ ലംഘിക്കുന്നവരിൽപ്പെട്ടവരല്ല നാം, അതുകൊണ്ട് തന്നെ നഫീ ബിൽ അഹ്ദ്, നാം ആ കരാർ പാലിക്കുകയാണ്. ഇസ്ബിർ വഹ്തസിബ്, നീ ക്ഷമിക്കുക, പ്രതിഫലം കാക്ഷിക്കുക. ഫഇന്നല്ലാഹ ജഅഇലുൻ ലക വലിമൻ മഅക ഫറജൻ വമഖ്റജ, അല്ലാഹു താങ്കൾക്കും താങ്കളെപ്പോലെയുള്ള പീഡിപ്പിക്കപ്പെടുന്നവരായ ആളുകൾക്കും അവൻ ഒരു മോചനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വേദനയോടുകൂടി തിരിച്ചയക്കുകയാണ്, കരാർ പാലിക്കപ്പെടാൻ വേണ്ടി, സമാധാന ഉടമ്പടി നിലനിൽക്കാൻ വേണ്ടി. മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലേക്ക് 2 പേർ വരികയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ബന്ധുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ,
ഞങ്ങൾ മദീനയിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് മക്കാ മുശ്രിക്കുകൾ ഞങ്ങളെ കണ്ടിരുന്നു. അവർ വഴിയിൽ വെച്ച് ഞങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മദീനത്തേക്ക് പോകുന്നത് അവിടെ വല്ല ആവശ്യത്തിനുമാണെങ്കിൽ സാരമില്ല, മറിച്ച് മുഹമ്മദിനോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അപ്രകാരം മുഹമ്മദിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യണം. അതിനു വേണ്ടിയല്ല നിങ്ങൾ പോകുന്നത് എന്ന് ശപഥം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശപഥം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുക. നഫീ ബിൽ അഹ്ദ്, അതേ ആ ചെയ്തിട്ടുള്ള വാഗ്ദത്തം നിങ്ങൾ പാലിക്കുക. വനസ്തഈനുല്ലാഹ അലൈഹിം, അവരും നമ്മളും തമ്മിലുള്ള വിഷയത്തിൽ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിക്കൊള്ളും. എന്നാലും ആ കരാർ നാം ലംഘിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയാണ്. 1000-ഓളം വരുന്ന മുശ്രിക്കീങ്ങളുടെ സൈന്യത്തിന് മുന്നിൽ കേവലം 300 ചില്ലാനം മാത്രം വരുന്നവരായ വിശ്വാസികളുടെ വളരെ കുറഞ്ഞ ഒരു സൈന്യമുള്ള സന്ദർഭത്തിലാണ് ഈ ഒരൊറ്റ ഏകപക്ഷീയമായി വഴിയിൽ തടഞ്ഞു നിർത്തി എടുത്ത കരാറിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയച്ചത് എന്നത് ഓർക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൈനിക നടപടികളിൽ പോലും കൃത്യമായ നിർദ്ദേശങ്ങൾ. പ്രതിരോധ നടപടിയുടെ സമയത്ത് പോലും വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് തിരിച്ച് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം, പക്ഷെ വലാ തഅതദു, നിങ്ങൾ ഒരിക്കലും തന്നെ അതിരുകവിയരുത് എന്നാണ് അവിടെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുദ്ധരംഗത്ത് ഒരിക്കലും തന്നെ സ്ത്രീകളെ നിങ്ങൾ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, മഠത്തിൽ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതരെ, ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾ കൊല്ലരുത്, ആരാധനാലയങ്ങളെ ആക്രമിക്കരുത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവരുടെ ശരീരത്തെ നിങ്ങൾ മൃതശരീരത്തെ വികൃതമാക്കരുത്, മരണപ്പെട്ട് കിടക്കുന്ന മൃതശരീരത്തോട് അനാദരവ് കാണിക്കരുത്. മാത്രമല്ല തടവുകാരായി പിടിക്കപ്പെടുന്നവരോട് നിങ്ങൾ അവകാശ ലംഘനങ്ങൾ കാണിക്കരുത്. എത്രത്തോളം എന്നാൽ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അതേ തീർച്ചയായും ഭക്ഷണത്തോട് അങ്ങേയറ്റത്തെ ആവശ്യമുണ്ടായിട്ടും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അത് അഗതികൾക്കും അനാഥകൾക്കും തടവുകാർക്കും കൊടുക്കുന്നവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരായ ഇതര മതസ്ഥരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി വന്നവരായ ശത്രുപക്ഷത്തു നിന്നുള്ള ചില തടവുകാരുണ്ടായിരുന്നു. ആ തടവുകാർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചാണ് വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, അവിടെ തടവുകാർക്ക് അവർക്ക് തന്നെ ഭക്ഷണത്തിന് അങ്ങേയറ്റം ആവശ്യമുള്ള സന്ദർഭത്തിലും ഭക്ഷണം നൽകിയിരുന്നവർ എന്നവിടെ പരാമർശിക്കപ്പെട്ടത് എന്നുള്ളതാണ്. മാത്രമല്ല ഉടമ്പടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടികൾ പാലിക്കപ്പെടണം. ഇനി പ്രതിരോധ സമയത്ത് പോലും സൈനിക നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും അതിര് കവിയാൻ പാടില്ല. വളരെ കൃത്യമായി ആ പ്രതിരോധ നടപടിക്ക് എത്രമാത്രം കുറവാണോ സൈനിക സന്നാഹങ്ങൾ ആവശ്യമുള്ളത്, അവിടെ യുദ്ധം ആവശ്യമായി വരുന്നത്, അത് മാത്രമേ ചെയ്യാവൂ. ഒരിക്കലും അതിര് കവിഞ്ഞുകൂടാ. ഒരു ജീവനും അന്യായമായി ഹനിക്കപ്പെടരുത് എന്ന രൂപത്തിലുള്ള കൃത്യമായ അധ്യാപനം പരിശുദ്ധ ഇസ്ലാം അവിടെ നൽകുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സൈനിക നടപടി അത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി അല്ലാതെ ഉണ്ടാകണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു ഭരണാധികാരിയും ഭരണകൂടവും ആവശ്യമാണ്. മാത്രമല്ല അത് ന്യായത്തിൻ്റെ പേരിലായിരിക്കണം. അന്യായത്തിൻ്റെ പേരിൽ ഒരിക്കലും അത്തരമൊരു നടപടി ഉണ്ടാകാൻ പാടില്ല. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പ്രബോധന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുമൊക്കെ അത്തരത്തിലുള്ള യുദ്ധങ്ങളുണ്ടാകാം. മാത്രമല്ല അനീതിക്ക് ഇരയാക്കപ്പെടുന്ന ഒരാൾ, അയാളൊരു പക്ഷെ മുസ്ലിം ആയിരിക്കണമെന്നില്ല, അയാളുടെ സംരക്ഷണത്തിന് വേണ്ടി പോലും ഒരു പക്ഷെ അത്തരത്തിലുള്ള സായുധ നടപടി ഉണ്ടായേക്കാം. അതും ഇസ്ലാമിലെ സായുധ നടപടിയുടെ ഭാഗം തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തീരുന്നതിന് മുൻപ് മക്കയിൽ സബീദ് ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വരികയാണ്. അയാൾ കുറച്ച് സാധനങ്ങളും മറ്റുമൊക്കെ വിൽപ്പന വസ്തുക്കളുമായി മക്കയിൽ വിൽക്കാൻ വേണ്ടി വന്നു. അവിടെ മക്കക്കാരനായ ആസ് ഇബ്നു വായിൽ അയാളിൽ നിന്നും ആ മൊത്തം വസ്തുക്കൾ
വാങ്ങിക്കുകയും അതിൻ്റെ വില കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഖുറൈശികളെ സമീപിച്ചു, ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. കാരണം ആസ് ഇബ്നു വാഇൽ അവിടെയുള്ള വലിയ പ്രമാണിയായിരുന്നു, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് താങ്കൾ ചെയ്തത് അനീതിയാണ് എന്ന് പറയാൻ അവിടെ ആർക്കും സാധിക്കുമായിരുന്നില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിൽ ഖുറൈശി പ്രമാണിമാർ ചേർന്നുകൊണ്ട് നീതിയും ന്യായവും നന്മയും മനസ്സിലുള്ള അവിടെയുള്ള ചില പ്രമാണിമാർ ചേർന്നുകൊണ്ട് അവരൊരു തീരുമാനമെടുക്കുന്നത്. അതിനാണ് ഹിൽഫുൽ ഫദൂൽ എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ പറയുന്നത്, ഈ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത്, പവിത്രമായ നാട്ടിൽ ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവന് നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കും എന്നാണ് അവിടെ വെച്ച് അവരെടുത്തിട്ടുള്ള കരാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പിന്നീട് അദ്ദേഹം പ്രവാചകനായതിനു ശേഷം ഈ ഹിൽഫുൽ ഫദൂലിനെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദുഈതു ഇലൈഹി ഫിൽ ഇസ്ലാം ലഅജബ്തു. അതെ, ഞാനൊരു പ്രവാചകനായി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഹിൽഫുൽ ഫദൂൽ നടക്കുന്നതും. മാത്രമല്ല, മക്കയിലെ മുസ്ലിങ്ങളല്ലാത്ത ആ പ്രമാണിമാർ ഈ ഉടമ്പടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും ഞാൻ ആ ഉടമ്പടിയിൽ പങ്കെടുക്കുമായിരുന്നു. കാരണം നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുകയെന്നുള്ളത്, ഒരു നാടിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുകയെന്നുള്ളത് അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്, ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ബാധ്യതയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ വർഗീയതയുടെ പേരിൽ, വിദ്വേഷത്തിൻ്റെ പേരിൽ നിലകൊള്ളുന്ന ഒരു സൈനിക നടപടിയായല്ല പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും സൈനിക നടപടികളെ കാണുന്നത്. മൻ ഖുതില തഹ്ത റായത്തിൻ ഇമ്മിയ്യ യദ്ഉ ഇലാ അസബിയ്യ ഔ യൻസുറു അസബിയ്യ. അതേ, വർഗീയതയ്ക്ക് വേണ്ടി, പകയുടെ വിദ്വേഷത്തിൻ്റെ പേരിൽ, വംശീയതയ്ക്ക് വേണ്ടി ഒരാൾ കോപ്പ് കൂട്ടുകയും അതിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ പേരിൽ അയാൾ യുദ്ധം ചെയ്യുകയുമാണ് എങ്കിൽ അവനോടൊപ്പം യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഫഖത്ലതുൻ ജാഹിലിയ്യ, അത് ജാഹിലിയത്തിലെ മരണമാണ്. അവൻ മരണപ്പെടുന്നത് ഇസ്ലാമിന് വേണ്ടിയല്ല, ഇസ്ലാമിലുള്ള മരണമായി അതിനെ കണക്കാക്കുകയും ചെയ്യുകയില്ല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. ഒരു സമൂഹത്തോടുമുള്ള അമർഷം, അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നിങ്ങൾ അവരോട് നീതിപൂർവം പ്രവർത്തിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് പ്രപഞ്ച സൃഷ്ടാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മത കാണിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനവധി ഉദാഹരണങ്ങൾ. മദീനയിലേക്ക് വന്ന വേളയിൽ അവിടെയുള്ള ജൂതന്മാരുമായി ചേർന്ന് നിന്നുകൊണ്ട് കരാറുണ്ടാക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പരസ്പര കരാറിലൂടെ, ഉടമ്പടികളിലൂടെ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാകുന്ന സൈന്യം, ആ സൈന്യം ഒരു ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയാണ് ആ സൈനിക മുന്നേറ്റം നടത്തുന്നതെങ്കിൽ മാത്രമേ ആ സൈന്യത്തിനോടൊപ്പം നിൽക്കാൻ പോലും പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ. നീ നിന്റെ സഹോദരനെ സഹായിക്കണം, അവൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും ശരി. ഒരുപക്ഷെ കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണയുണ്ടായേക്കാം. എന്നാൽ സ്വഹാബത്ത് ചോദിച്ചു, ആക്രമിക്കപ്പെടുന്നവനാകുമ്പോൾ അവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അക്രമിയാണെങ്കിൽ എങ്ങനെയാണ് അവനെ ഞാൻ സഹായിക്കുക, നാം സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവനെ അക്രമത്തിൽ നിന്നും തടയലാണ് അവനോട് ചെയ്യുന്ന സഹായമെന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം ഭരണാധികാരി, ഒരു ഇസ്ലാമിക രാഷ്ട്രം അന്യായമായ ഒരു കാര്യത്തിനു വേണ്ടി, അനീതിയിൽ അധിഷ്ഠിതമായ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും ആ കാര്യത്തിൽ അയാൾ പങ്കെടുക്കാൻ പാടില്ല, അയാൾക്ക് അത് പങ്കെടുക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് പോലും കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുവെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈനിക നടപടി, സൈന്യം എന്നൊക്കെ പറയുന്നത് അത് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കലും തന്നെ അക്രമത്തിൻ്റെ പേരിൽ ഏതെങ്കിലും നാടുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥലങ്ങളിലോ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയോ ചെയ്യുന്നതായ ഒരു കാര്യമല്ല. വ്യവസ്ഥാപിതമായി കൃത്യമായ നിയമത്തിൽ നിന്നുകൊണ്ടുള്ള, ഇന്ന് നമുക്കറിയാം ഇൻ്റർനാഷണലി സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കരാറുകളും നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളും മനുഷ്യാവകാശ
നിയമങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന രൂപത്തിലുള്ള വളരെ കൃത്യമായ അധ്യാപനങ്ങളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി ബന്ധപ്പെട്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ്.